ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൽ UDF അധികാരത്തിൽ വന്നു. 102 സീറ്റുകളുമായിട്ട് അവർ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷം പൂർണ്ണതോതിൽ പരാജയപ്പെട്ടു. BJP നേട്ടമുണ്ടാക്കി, 3 സീറ്റുകൾ നേടി. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് BJP ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കാരണം അതായത് ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ 2 പാർട്ടികളാണ് യഥാർത്ഥത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്നത് ഇതുവരെ. അത് ഒന്ന് UDFും അതോടൊപ്പം തന്നെ LDFുമാണ്. എന്നാൽ അതിനൊക്കെ തന്നെ ഒരു മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ 3 പാർട്ടികളായി മാറിയിരിക്കുന്നു. നിയമസഭയ്ക്കുള്ളിൽ സ്പീക്കർ മത്സരം 3 പേരായി മാറിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രപരമായ മാറ്റമാണ്. ഇന്ന് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും, അത് ഇന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്, തീർച്ചയായിട്ടും അറിയാൻ പറ്റുമായിരുന്നു UDF തന്നെ അവിടെ വിജയിക്കുമെന്നുള്ളത്. കാരണം UDFന് അതിൻ്റേതായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തോതിൽ ഒരു വിജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയത് BJP ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. കാരണം അവരിന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നു. ഗോപകുമാർ, ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ചു പോയിരിക്കുന്ന ഗോപകുമാർ ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി മാറ്റമാണ് കേരള നിയമസഭയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. അതായത് കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം നിയമസഭയുടെ സ്പീക്കറായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 101 വോട്ടുകൾക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ. 35 അംഗങ്ങൾ മൊയ്തീനെയും 3 പേർ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗോപകുമാറിനെയും പിന്തുണച്ചിരിക്കുന്നു. അതായത് ഗോപകുമാർ, BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗോപകുമാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് 3 വോട്ടുകൾ നേടിക്കൊണ്ട് അവിടെ ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും നിലവിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതായത് BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 സീറ്റുകൾ നിയമസഭയിൽ ലഭിച്ചു. അവർക്ക് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പാകത്തിന് കാര്യങ്ങൾ എത്തി. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിക്ക് അവരുടേതായിട്ടുള്ള 3 വോട്ടുകൾ അതും ലഭിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ UDFൻ്റെ ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനെക്കാട്ടിലും വളരെയേറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ സംഭവിച്ച മാറ്റം, BJP ഇവിടെ ഒരു സീറ്റ് നേടത്തില്ല, BJPക്ക് ഇവിടെ സീറ്റുകൾ ഉണ്ടാകത്തില്ല, ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ വരെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്താനും അതിൽ വോട്ട് നേടാനുമായിട്ടുള്ള തരത്തിൽ BJP എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാം, ഈ 3 പേർ നിയമസഭയ്ക്കുള്ളിൽ UDFനും അതോടൊപ്പം തന്നെ LDFനും ഇടയിൽ വലിയ തോതിൽ വൻ ശക്തിയായി മാറുന്ന തരത്തിലോട്ട് നിയമസഭയിൽ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതായത് 3 പേർ മാത്രമേ ഉള്ളൂ എന്നതല്ല, അതിനെത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് പോലും പ്രതിഫലിച്ച കാര്യമെന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭയിൽ BJPക്ക് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയും അതിനുവേണ്ടി വോട്ട് ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇതാണ് ഒരു ചരിത്ര മാറ്റം എന്ന് പറയുന്നത്. അത് എടുത്തു കാണിക്കേണ്ടത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും നിയമസഭയ്ക്കുള്ളിൽ UDF, LDF എന്ന് പറയുന്ന 2 പാർട്ടികളല്ലാതെ മൂന്നാമതൊരു പാർട്ടി ശക്തിപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന, തെളിവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്.